നമസ്കാരം. നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ടൂൾ കിറ്റിനെ കുറിച്ചാണ്. ഇന്നത്തെ ആധുനിക ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒന്ന്. അതെ, വെബ് ഡെവലപ്മെന്റ് ലോകത്തൊരു തരംഗമായി മാറിയ ASP.NET കോറിനെ നമുക്ക് അടുത്തറിയാം. അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വേഗതയേറിയതും ഫ്ലെക്സിബിളുമായ വെബ് ആപ്ലിക്കേഷനുകൾക്ക് പിന്നിലെ രഹസ്യമെന്താണ്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ASP.NET കോർ എന്ന് പറയുന്നത്? ഇതിന്റെ അടിത്തറ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ നിർവചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ 3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്: ക്രോസ് പ്ലാറ്റ്ഫോം, ഉയർന്ന പ്രകടനം, പിന്നെ ഓപ്പൺ സോഴ്സ്. ക്രോസ് പ്ലാറ്റ്ഫോം, അതായത് ഇത് വിൻഡോസിലോ മാക്കിലോ ലിനക്സിലോ എവിടെ വേണമെങ്കിലും ഒരുപോലെ പ്രവർത്തിക്കും. ഉയർന്ന പ്രകടനമെന്ന് വെച്ചാൽ ശരിക്കും മിന്നൽ വേഗതയാണ്. പിന്നെ ഓപ്പൺ സോഴ്സ്, അതായത് ആർക്കും ഇത് സൗജന്യമായി ഉപയോഗിക്കാം, ഇതിന്റെ കോഡ് കാണാം, ഇതിന്റെ വളർച്ചയിൽ പങ്കാളിയാകുക വരെ ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് ഡെവലപ്പർമാർക്കിടയിൽ ASP.NET കോറിന് ഇത്രയധികം പ്രചാരം എന്ന് നോക്കാം. ഇതിന്റെ പ്രധാന ആകർഷണം 2 കാര്യങ്ങളാണ്. 1, ഇതിന്റെ വേഗത. 2, ഇത് നൽകുന്ന സ്വാതന്ത്ര്യം. ഇത് രണ്ടും എങ്ങനെയാണ് ഇതിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ സംഖ്യ ഒന്ന് നോക്കിക്കേ, ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണിത്. ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് അഭ്യർത്ഥനകൾ വരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇതൊരു സാധാരണ വേഗതയല്ല, ഇതൊരു സൂപ്പർ പവർ തന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വെബ്സൈറ്റുകൾ പോലും ഇത് ഉപയോഗിക്കാൻ കാരണം. ഈ താരതമ്യം കണ്ടില്ലേ? ഇതാണ് ASP.NET കോർ കൊണ്ടുവന്ന ഏറ്റവും വലിയ വിപ്ലവം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? വിൻഡോസിൽ കോഡ് എഴുതിയാൽ അത് വിൻഡോസ് സെർവറിൽ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ, ഒരുതരം കെട്ടിയിട്ട പോലെ. പക്ഷേ ഇന്ന് ആ പരിമിതികളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്പ്യൂട്ടറിൽ, അത് മാക് ആവട്ടെ, അതിൽ കോഡ് എഴുതിയിട്ട് ഒരു ലിനക്സ് സെർവറിൽ കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കാം. ഇതാണ് ഡെവലപ്പർമാർക്ക് ലഭിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം. ശരി, ഇനി നമുക്കിതിന്റെ മറ്റു ചില ഗുണങ്ങളിലേക്ക് വരാം. ഈ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് ഒരു ഡെവലപ്പറുടെ ജോലി വളരെ എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കാണുന്നതുപോലെ വെബ് യൂസർ ഇന്റർഫേസുകൾ, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന വെബ്സൈറ്റിന്റെ ഭാഗങ്ങൾ, അതുപോലെ വെബ് APIകൾ, അതായത് ഡേറ്റ കൈമാറുന്ന ഭാഗങ്ങൾ, ഇവ രണ്ടും നിർമ്മിക്കാൻ ഒരൊറ്റ ഫ്രെയിംവർക്ക് മതി. അതുതന്നെ ജോലി പകുതിയാക്കും. അതോടൊപ്പം ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ എന്നൊരു സംവിധാനവും ഇതിലുണ്ട്. ഈ വാക്ക് കേട്ട് പേടിക്കേണ്ടാട്ടോ. ഇത് നമ്മുടെ കോഡിനെ കൂടുതൽ അടുക്കും ചിട്ടയും ഉള്ളതാക്കാനും ടെസ്റ്റ് ചെയ്യാനുമൊക്കെ സഹായിക്കുന്നൊരു സൂത്രവിദ്യയാണ്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണമാണ് നമ്മുടെ ലെഗോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ലെഗോ കട്ടകൾ കൊണ്ടൊരു വീടുണ്ടാക്കുകയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിലൊരു ജനലെടുത്ത് മാറ്റി വേറൊന്ന് വെക്കാം, അല്ലേ? അല്ലെങ്കിൽ വാതിൽ മാറ്റാം. വീടിൻ്റെ മറ്റു ഭാഗങ്ങളെ അതൊന്നും ബാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് കോഡിങ്ങിലും. ഒരു ആപ്ലിക്കേഷൻ്റെ ഓരോ ഭാഗങ്ങളെയും ഇങ്ങനെ എളുപ്പത്തിൽ മാറ്റാനും പരീക്ഷിക്കാനും മെച്ചപ്പെടുത്താനും ഈ സംവിധാനം സഹായിക്കും. ഇത് കോഡിനെ വളരെ ഫ്ലെക്സിബിൾ ആക്കി മാറ്റുന്നു. ഇപ്പം നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൊള്ളാം, പക്ഷേ ഇന്നത്തെ ലോകത്ത് ഇതിനെന്താ ഇത്ര പ്രസക്തി? ഉത്തരം ഒന്നേയുള്ളൂ: ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ASP.NET കോർ തുടക്കം മുതലേ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ക്ലൗഡിനു വേണ്ടിയാണ്. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ക്ലൗഡ് ലോകമെന്ന് പറയുന്നത് ഈ 3 ടെക്നോളജികളാണ്. മൈക്രോ സർവീസുകൾ, അതായത് വലിയ ആപ്ലിക്കേഷനുകളെ ചെറിയ സ്വതന്ത്ര ഭാഗങ്ങളായി തിരിക്കുന്നത്. ഡോക്കർ, ആപ്പുകളെ എളുപ്പത്തിൽ പാക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. പിന്നെ കുബർനെറ്റസ്, ഈ പാക്കുകളെ ലക്ഷക്കണക്കിന് സർവറുകളിൽ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത്. ASP.NET കോർ ഇവയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ടുതന്നെ ഇത് തികച്ചും ഫ്യൂച്ചർ റെഡിയാണ്. ഒരു ആപ്ലിക്കേഷൻ ക്ലൗഡിൽ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ലളിതമായ ഒരു രൂപമാണിത്. നോക്കൂ, ആദ്യം നിങ്ങൾ ആപ്പ് കോഡ് ചെയ്യുന്നു, പിന്നീട് ഡോക്കർ ഉപയോഗിച്ച് അതിനൊരു പെട്ടിയിലാക്കുന്നതുപോലെ ഒരു കണ്ടെയ്നറിലാക്കുന്നു, അവസാനം കുബർനെറ്റസ് ഉപയോഗിച്ച് ലോകത്തെവിടെയുമുള്ള സെർവറുകളിലേക്ക് അതിനെത്തിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയിലും ASP.NET കോർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്കെത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ സാങ്കേതികവിദ്യ ഇന്ന് ഇത്രയേറെ പ്രാധാന്യമർഹിക്കുന്നത്? ഇതിന്റെ ഭാവി എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഈ വാചകത്തിനുണ്ടുത്തരം. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഡെവലപ്പർമാരുടെ ഒരു വലിയ സമൂഹം ഇതിന്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. അവരിതിനെ നിരന്തരം മെച്ചപ്പെടുത്തുന്നു, പുതിയ ഫീച്ചറുകൾ ചേർക്കുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇതിനെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു, അല്ലേ? മിന്നൽ വേഗത, ഏത് പ്ലാറ്റ്ഫോമിലും പ്രവർത്തിക്കാനുള്ള കഴിവ്, ക്ലൗഡിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയത്,
പിന്നെ ഇതിനെയെല്ലാം പിന്തുണയ്ക്കാൻ ഒരു വലിയ കമ്മ്യൂണിറ്റിയും. ഇവയെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. വെബ് ഡെവലപ്മെന്റിന്റെ ഭാവിയുടെ ഒരു ബ്ലൂ പ്രിന്റാണ് നമ്മൾ ഈ കാണുന്നത്. തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നന്ദി.